നമ്മുടെ കർത്താവിന് 2 വരവുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ വരവ് കഴിഞ്ഞു. നമ്മളതെല്ലാം ആഘോഷമായിട്ട് എല്ലാ വർഷവും ആഘോഷിക്കും. ക്രിസ്മസ് നാളിൽ നമ്മുടെ കർത്താവിൻ്റെ ആദ്യത്തെ വരവാണത്. കർത്താവിൻ്റെ ആദ്യത്തെ വരവ് സഹനദാസനായിട്ടാണ് എന്നാണ് പറയുക. അവിടുന്ന് വന്നു, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തു, കുരിശിൽ മരിച്ചു, യാഗമായി നമ്മളെല്ലാം രക്ഷിച്ചു. ഇനി രണ്ടാമതൊരു വരവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ വീണ്ടും വരും. അതെങ്ങനെയാണ്? വിധിക്കാനായിട്ടാണ് വരുന്നത്. വിധിയാളനായിട്ടുള്ള വരവാണ്. ആദ്യത്തേത് സഹനദാസനായിട്ടാണെങ്കിൽ രണ്ടാമത്തേത് വിധിയാളനായിട്ടാണ് അവിടുന്ന് വരുന്നത്. ഈ ആദ്യത്തെ വരവിനും രണ്ടാമത്തെ വരവിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് സഭയുടെ കാലം. സഭ എന്നാണ് പിരിച്ചുവിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ രണ്ടാമത് വരുന്ന അന്ന് പിന്നെ സഭയുടെ ആവശ്യമില്ല. ആ കാലഘട്ടം വരെ ഈശോ സഭയിലൂടെയാണ് ജീവിക്കുക. അപ്പോൾ അന്ന് അത് സുവിശേഷത്തിൽ നമ്മൾ പലയിടങ്ങളിലും ഈ അന്ത്യവിധിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അപ്പോൾ അന്ത്യവിധി വളരെ ഭയാനകമാണ് എന്നുള്ള രീതിയിലൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വെളിപാട് സാഹിത്യമൊക്കെ ഉപയോഗിച്ച് അന്ത്യവിധിയെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അന്ത്യവിധിയിലെ ചോദ്യങ്ങൾ വളരെ ലളിതമാണ്, വളരെ ഡിറക്റ്റാണ്. എന്താണ് ചോദ്യങ്ങൾ? നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. നീ വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ചോദിക്കത്തില്ല. നീ മോഷ്ടിച്ചോ? ചോദിക്കത്തില്ല കേട്ടോ. ഇതിനകത്ത് പറയുന്നതാണ് ഞാനീ പറയുന്നത്, ഞാനുണ്ടാക്കി പറയുന്നതല്ല. ഇതിനകത്ത് ചോദ്യാവലിയിൽ അതൊന്നും ഇല്ല. നീ മാതാപിതാക്കളെ ബഹുമാനിച്ചോ എന്നുള്ള ചോദ്യമില്ല. നീ അന്യന്റെ ഭാര്യയെ മോഹിച്ചോ എന്നുള്ള ചോദ്യമില്ല. അന്യന്റെ വസ്തുക്കൾ മോഹിച്ചോ എന്നുള്ളത്. പഴയ നിയമത്തിൽ തന്ന 10 പ്രമാണങ്ങളും ഈ രണ്ടാമത്തെ വരവിൽ നമ്മളോട് ചോദിക്കുന്നില്ല. പുതിയ ഒരു സെറ്റ് ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താണ്? ഞാൻ വിശക്കുന്നവനായിരുന്നു, നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ? അപ്പൊ നമ്മൾ അയ്യോ, ഞാൻ എപ്പോഴാണ് നിന്നെ വിശക്കുന്നവനായിട്ട് കണ്ടത്? കണ്ടില്ലല്ലോ. ഇല്ല, ഞാൻ വിശക്കുന്നവനായിട്ട് അതുവഴിയൊക്കെ നടപ്പുണ്ടായിരുന്നു. നീ എന്താണ് ചെയ്യാതിരുന്നത്? ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, നീ എന്തുകൊണ്ടാണ് വെള്ളം തരാഞ്ഞത്? ഞാൻ പരദേശിയായിരുന്നു, നീ എന്തുകൊണ്ടാണ് എന്നെ സ്വീകരിക്കാഞ്ഞത്? ഞാൻ നഗ്നനായിരുന്നു, നീ എന്തുകൊണ്ടാണ് എന്നെ ഉടുപ്പിക്കാഞ്ഞത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ എന്തുകൊണ്ടാണ് സന്ദർശിക്കാഞ്ഞത്? കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരാഞ്ഞത്? ഇതാണ് ചോദിക്കുക നമ്മളോട്. അപ്പം നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ്, കർത്താവേ, നിന്നെ ഞങ്ങൾ എപ്പോഴാണ് ദാഹിക്കുന്നവനും വിശക്കുന്നവനും നഗ്നനുമായിട്ട് കണ്ടത്? നിന്നെ ഞങ്ങൾ കണ്ടില്ലല്ലോ. അപ്പോൾ പറയുകയാണ്, ഈ ചെറിയവരിലൊരുവന് നിങ്ങൾ നൽകിയപ്പോൾ എനിക്ക് തന്നെയാണ് നൽകിയത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ളൊരു വ്യത്യാസവും പഴയ നിയമ ധാർമ്മികതയും പുതിയ നിയമ ധാർമ്മികതയും തമ്മിലുള്ളൊരു വ്യത്യാസവുമൊക്കെയാണ് നമ്മൾ ഈ വചനഭാഗത്തിലെല്ലാം കാണുന്നത്. പഴയ നിയമത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മോശയിലൂടെ നൽകപ്പെട്ട കൽപ്പനകൾ, അത് നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന ഏറ്റവും പരമമായ കൽപ്പന തുടങ്ങിയുള്ള കൽപ്പനകൾ. അതിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം, നീ കൊല്ലരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഷ്ടിക്കരുത്, അതുപോലെ മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നു തുടങ്ങിയുള്ള കൽപ്പനകൾ എല്ലാം പഴയ നിയമത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ പലപ്പോഴും നമ്മളോട് പഴയ നിയമത്തിൻ്റെ ആ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ചിലപ്പോഴെങ്കിലും നമ്മൾ ആത്മശോധന നടത്തിയാൽ നമ്മുടെ പാപങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാത്തൂല്ലോ. ഞാൻ കൊന്നിട്ടുണ്ടോ? ഇല്ല. തിക്ക് ചെയ്യാം. കൊന്നിട്ടുണ്ടോ? ഇല്ല. മോഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. കള്ളസാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ, പ്രധാനപ്പെട്ട കൽപ്പനകളൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ല. മാതാപിതാക്കളെ വലിയ കുഴപ്പമില്ലാതൊക്കെ അനുസരിച്ചിട്ടുണ്ട്, വലിയ തെറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ പാപങ്ങൾ മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ എന്നതാ ഈ കുമ്പസാരത്തിൽ ചെന്ന് പറയുന്നത്? പലപ്പോഴും നമുക്ക് കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഒരു വലിയ പ്രശ്നമാണ്. ചിലരൊക്കെ കുമ്പസാരത്തിൽ വന്നിട്ട് പറയും, അച്ഛാ, എനിക്ക് പാപങ്ങൾ എന്താണെന്ന് അറിയത്തില്ല, അച്ഛനും കൂടെ എന്നെ ഒന്ന് സഹായിക്കാമെങ്കിൽ ഞാൻ കുമ്പസാരിക്കാമായിരുന്നു. അച്ഛനൊന്നാമത് കുമ്പസാരിപ്പിച്ച് മടുത്തിരിക്കുമ്പോഴാണ് ഈ സഹായക്കാരൻ വന്ന് ചോദിക്കുന്നത്. അച്ഛൻ വിചാരിക്കും വലിയ പുണ്യോളം വന്നിരിക്കുന്നവന് പാപം അറിയത്തില്ല. ചിലപ്പോൾ 2 പറഞ്ഞെന്ന് നമുക്ക് വരും അച്ഛൻ. പാപം എന്താണെന്ന് അറിയത്തില്ല. കാരണം അച്ഛനും കൂടെ ഒന്ന് സഹായിക്കണം. ചിലർ വന്നിട്ട് പറയുന്നത് ഇച്ചിനും കൂടെ കടത്തിയാണ്. അച്ഛാ, നമ്മളൊക്കെ ചെയ്യുന്ന സാധാരണ പാപങ്ങളില്ലേ, അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ, അച്ഛനെ കൂടെ അതിനകത്ത് പ്രതിയാക്കും. അതാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ വളരേണ്ടത്, എവിടെയാണ് നമുക്ക് കർത്താവിൻ്റെ കൃപ കൂടുതലായിട്ട് കിട്ടേണ്ടത് എന്ന് നമുക്കറിയത്തില്ല. അവിടെയാണ് ഉപേക്ഷയുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതാണ് ഉപേക്ഷയുടെ പാപങ്ങളെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വചനഭാഗമാണിത്. അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം, നീ ചെയ്യേണ്ട
കുറച്ച് ചുമതലകളുണ്ട്, അത് നീ ചെയ്തോ. അതാണ്. കൊല്ലരുത്, ഞാൻ കൊന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടൊന്നും നമ്മളാരും സ്വർഗത്തിൽ പോകത്തില്ല. അതായത് കൊന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന പത്രോസ് പറയാം അങ്ങോട്ട് മാറ്റി നിർത്തും. നിന്നോട് ആരാ പറഞ്ഞ കൊല്ലാൻ എന്ന് ചോദിക്കും. ഞാൻ കൊന്നിട്ടില്ല, നിന്നോട് ആരാ പറഞ്ഞ കൊല്ലാൻ? അല്ലെങ്കിൽ ഞാൻ മോഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് എന്നെ സ്വർഗത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന്. ഞാൻ ഈ കുഴപ്പങ്ങളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ നമുക്ക് രക്ഷയില്ല. നമ്മൾ ജീവിത പങ്കാളിയുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നതിലല്ല, ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. സ്നേഹിച്ചോ? ഇല്ല, സ്നേഹിച്ചൊന്നുമില്ല. പിന്നെ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോയില്ല, മിണ്ടാതിരുന്നു വീട്ടിൽ. ഇതൊന്നും പുണ്യമല്ല, ഇതെല്ലാം പറഞ്ഞു കുമ്പസാരിക്കേണ്ടതാണ്. ജീവിത പങ്കാളിയുമായിട്ട് സ്നേഹം പങ്കിട്ടോ, കുറച്ച് സമയം സംസാരിച്ചോ എല്ലാ ദിവസവും, ഇല്ലെങ്കിൽ പറഞ്ഞു കുമ്പസാരിക്കേണ്ടതാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്തോ? മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റിയോ? ശരിയായ രീതിയിലാണോ അവരെ വളർത്തിയത്? അവർക്ക് നന്നായിട്ട് വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തോ? ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കുമ്പസാരിക്കണം. നമ്മളിപ്പോഴും കുമ്പസാരത്തിൽ പറയുന്നത് നമ്മുടെ ആദ്യ കുർബാനയ്ക്കുള്ള പാടിന് സിസ്റ്റർമാർ പഠിപ്പിച്ച പാപത്തിൻ്റെ ലിസ്റ്റാണ്. അതെന്താ? ഞായറാഴ്ച പള്ളി പോയില്ല, പല വിചാരം വന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, തീർന്നു, ഇത്രയേ ഉള്ളൂ. മാതാപിതാക്കളെ ബഹുമാനിച്ചില്ല, അതും പറയും. മാതാപിതാക്കൾ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചുപോയി. എന്നാലും നമ്മളതങ്ങനെ പണ്ട് പഠിപ്പിച്ചത് നമ്മളങ്ങ് കൃത്യം വിടാതെ അതങ്ങ് പറഞ്ഞങ്ങ് തീർക്കുകയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അച്ഛന് 2 ഉപദേശം തരാനുള്ള എന്തെങ്കിലും മാറ്റർ നമ്മൾ കൊടുക്കണ്ടേ എന്നൊക്കെ ഓർത്ത് നമ്മളങ്ങ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളൊരു ഒരു ഒരു മനുഷ്യ വ്യക്തി എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ, ഒരു ഭാര്യ എന്നുള്ള നിലയിൽ, ഒരു മകൻ എന്നുള്ള നിലയിൽ, ഒരു മകൾ എന്നുള്ള നിലയിൽ, അമ്മായിയപ്പൻ എന്നുള്ള നിലയിൽ, അമ്മായിമ്മ എന്നുള്ള നിലയിലേക്ക് നമുക്ക് കടപ്പാടുകളുണ്ട്. വല്യപ്പൻ, വല്യമ്മ, കടമകളുണ്ട്. കടമകൾ നിറവേറ്റിയില്ലെങ്കിൽ അതും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ഓർക്കണം, നമ്മുടെ ഈ നിറവേറ്റേണ്ട കാര്യങ്ങൾ നിറവേറ്റാത്തത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന കുറേ ദുരന്തങ്ങളാണ് നമ്മുടെ നാടിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും, നമ്മുടെ സംസ്ഥാനവും നമ്മുടെ സർക്കാരുമെല്ലാം അവർ നമുക്ക് ചെയ്തു തരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എവിടെങ്കിലും ഒരാൾ, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു റോഡ് നന്നാക്കണമെങ്കിൽ കുഴിയിൽ വീണ് ആരെങ്കിലും മരിക്കണം, ഉടനെ പിറ്റേ ദിവസം ഇഞ്ചൻ വണ്ടിയും എല്ലാ വണ്ടിയും കൂടെ വന്ന് അവിടെ എല്ലാം കുഴിയെല്ലാം നികത്തും. ഇപ്പോൾ എയ്ഡഡ് സ്കൂള് അധ്യാപകർക്ക് ഒത്തിരി പേർക്ക് ശമ്പളം കിട്ടുന്നില്ല, ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്തു, ഉടനെ പിറ്റേ ദിവസം ഉത്തരവിറങ്ങി, എന്നാൽ അവരുടെ കാര്യം ഒന്ന് പരിഹരിച്ചേക്കാം. അല്ലെങ്കിൽ എവിടെങ്കിലും ആരെങ്കിലും മരിക്കുകയോ എന്തെങ്കിലും അത്യാഹിതം നടക്കുകയോ ചെയ്യുമ്പോൾ ഓടി വരുന്ന സംവിധാനമാണോ ഈ സർക്കാർ? ഇപ്പം മയക്കുമരുന്ന് അഡിക്റ്റായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ കാണിക്കുന്ന വൈകൃതങ്ങളും ക്രൂരതകളും എല്ലാം കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയിപ്പോൾ സർക്കാർ ഉടനെ പറയും ഒരു 500 കോടി രൂപ അങ്ങോട്ട് കൊടുക്കും. എന്തിനാ? മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്താൻ. അതുകൊണ്ട് ആമ്പിള്ളേർ പോവും. ബോധവൽക്കരണവും കൊണ്ടും 500 കോടിയും കൊണ്ടും ആമ്പിള്ളേർ പോകുന്നതല്ലാതെ മയക്കുമരുന്നിനെ കുറിച്ചൊന്നും കാര്യങ്ങൾ നടക്കുകയില്ല. മയക്കുമരുന്ന് അതിൻ്റെ ദുരുപയോഗം തടയണമെങ്കിൽ സർക്കാരിന് കൃത്യം അറിയാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതുവഴിയാണ് മയക്കുമരുന്ന് വരുന്നത്. അത് ഈ കടൽ തീരം വഴിയും വിമാനത്താവളങ്ങളൊക്കെ വഴിയുമൊക്കെയാണ് ഈ സാധനം ഇതിനകത്ത് കയറുന്നത്. എല്ലാ റോഡുകളിലും ചെക്ക് പോസ്റ്റുകളും ഭയങ്കര പരിശോധനകളുമുണ്ട്. പക്ഷേ ഈ സാധനം മാത്രം കണ്ടുപിടിക്കാൻ നമ്മുടെ ചേട്ടന്മാർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് കിലോ കണക്കിന് കയറി വന്ന് നമ്മുടെയൊക്കെ ക്യാമ്പസുകളിലും നമ്മുടെയൊക്കെ സ്കൂളുകളിലും ഇത് വരികയാണ്. അവിടെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു കുറവ്. ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായിട്ടുള്ള പരിരക്ഷണം വേണം ജനത്തിന്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ സംരക്ഷിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം. ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ വേണം. ഞാൻ മനസ്സിലാക്കിയത് ഒരു പ്രമുഖ രാഷ്ട്രീയ സംഘടന തന്നെ ക്യാമ്പസുകളിൽ മയക്കുമരുന്നിൻ്റെ ഏജന്റുമാരാണെന്നാണ്. പിന്നെ ഇതിൽ കൂടുതൽ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? ഒരു രാഷ്ട്രീയ യുവജന സംഘടന തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഏജന്റുമാർ. ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എങ്ങനെയാണ് നമ്മുടെ ചെറുപ്പക്കാരെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുക? അപ്പം നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന ദുര്യോഗങ്ങളാണ് നമ്മുടെ സമൂഹത്തിന്. അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കൽപ്പന ലംഘിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ചെയ്യേണ്ട നന്മകൾ ചെയ്യാതിരുന്നിട്ടുണ്ട്.
അതുപോലെ നമ്മുടെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ജോലിയാണ് നമ്മുടെ ജനത്തിന് തൊഴിൽ കൊടുക്കുക എന്നുള്ളത്. ഏതൊരു ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? ഞാൻ ഒരു പരിശീലനമൊക്കെ നേടിക്കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാന്യമായി ജീവിക്കാനുള്ളൊരു തൊഴിൽ കിട്ടും. അത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ഒരു സർക്കാരിനും അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. അവർക്ക് അങ്ങനെ ഒരു സ്വപ്നം പോലും ഇല്ല. കൊള്ളാവുന്ന കുറച്ച് ജോലി ക്രിയേറ്റ് ചെയ്യണം. സഭയ്ക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. സഭ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. സഭയുടെ പ്രധാനപ്പെട്ട ദൗത്യമെല്ലാം ആത്മീയ തലത്തിലാണ്. നമ്മൾ ഈ ഭൗതിക തലത്തിലേക്ക് വന്നതെല്ലാം സേവന മേഖലയിലാണ്. നമ്മൾ 3 മേഖലകളിലാണ് കടന്നു വന്നത്. 1 വിദ്യാഭ്യാസം, 2 ആതുര ശുശ്രൂഷ, 3 കാരുണ്യ ഭവനങ്ങൾ. ഇതെല്ലാം സർവീസ് സെക്ടറാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ തൊഴിൽ ദാതാവ് സർക്കാരാണ് തൊഴിൽ കൊടുക്കേണ്ടത്. അത് തൊഴിൽ കൊടുക്കാൻ സാധിക്കണം. നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പുള്ള ഒരു കാര്യം, അവിടുത്തെ പൗരന്മാർക്കെല്ലാം തൊഴിൽ കിട്ടും. അവർക്ക് പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആജീവനാന്തം പെൻഷൻ കിട്ടും. അപ്പോൾ പിന്നെ ഈ വലിയ പ്രത്യാശയാണ് ഇവർക്ക്. അവർ വലിയ സാമൂഹികമായ തിന്മകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതിൻ്റെതായ സാമൂഹിക തിന്മകളുടെ കുറവും അത്തരം രാജ്യങ്ങളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാമൂഹിക തിന്മകൾ കുറവുള്ള രാജ്യങ്ങൾ സാമ്പത്തിക സമത്വമുള്ള രാജ്യങ്ങളാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അവരവരുടെ സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയും കാട്ടുന്നില്ല. അവരതിനായിട്ട് ശരിയായ രീതിയിൽ ഹോംവർക്ക് ചെയ്യുന്നു. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പരിശ്രമിക്കുന്നു. നമുക്കിവിടെ കൃഷി ചെയ്താൽ വില കിട്ടത്തില്ല, ബിസിനസ് നടത്തിയാൽ അതെങ്ങനെങ്കിലും പൊളിക്കാനും തകർക്കാനുമുള്ള പരിപാടികളുമായിട്ട് വരും. അതുപോലെ ഗവൺമെൻറ്റിന് നമുക്ക് ജോലി തരാനായിട്ട് സാധിക്കുന്നില്ല, പ്രൈവറ്റ് മേഖലയോട്ട് നമ്മൾ വളർത്തത്തുമില്ല. ഇങ്ങനെയൊരു വല്ലാത്ത നിരാശ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ചെയ്യേണ്ട ജോലികൾ അവർ ചെയ്യാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ കുടുംബങ്ങളും ചെയ്യേണ്ട ജോലികൾ ചെയ്യണം, ചെയ്യേണ്ട നന്മകൾ നമ്മൾ ചെയ്യണം. നമുക്ക് 24 മണിക്കൂറുണ്ട്. നമ്മൾ എന്നെ എടുത്തു. പലർക്കും വീട്ടിലൊക്കെ ഒത്തിരി സമയമുണ്ട്. കാരണം എന്നാ, മക്കളെല്ലാം വിദേശത്താണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. രാവിലെ മുതൽ വീട്ടിലിങ്ങനെ കുത്തിയിരിക്കുക. അത് വെറുതെ ന്യൂസ് പിടിച്ചും അവിടെ ഇവിടെയെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നമ്മൾ സമയം കളയുക. നമുക്ക് ഒത്തിരി നന്മകൾ ചെയ്യാം, സമൂഹത്തിന് ഒത്തിരി നന്മകൾ ചെയ്യാം, ഒത്തിരി വോളണ്ടറി വർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. നമുക്ക് നമ്മുടെ സമയം വളരെ ഫലപ്രദമായിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, ഇരുന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതൊന്നും ചെയ്യാതെ എൻ്റെ സമയമെല്ലാം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെലവഴിക്കുമ്പോൾ വീണ്ടും ഞാൻ അവിടെ ഉപേക്ഷയുടെ പാപം ചെയ്യുകയാണ്. എൻ്റെ കഴിവുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തപ്പോഴും ഉപേക്ഷയുടെ പാപം ചെയ്യുകയാണ്. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ക്രിസ്ത്യാനികൾ സാമ്പത്തികമായിട്ട് കഷ്ടത്തിലാണെന്ന് പറഞ്ഞ് പിതാവ് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഈ ബൈബിളിൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയാണെന്നല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെയാ ക്രിസ്ത്യാനി ധനവാനാകുന്നത്? ധനവാൻ സ്വർഗരാജ്യം കൈവശമാക്കുകയില്ല. ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കയറുന്നതെന്നൊക്കെ കഠിന വാക്യങ്ങളല്ലേ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ ക്രിസ്ത്യാനി 2 കാശുണ്ടാക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അത് ശരിയാ. ബൈബിളിലെ ധനവാൻ എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുവൻ എന്നുള്ളതല്ല, പണം പങ്കുവയ്ക്കാത്തവരാണ് ബൈബിളിലെ ധനവാൻ. പണം ഉണ്ടാക്കുന്നത് പാപമാണെന്ന് ബൈബിൾ പറയുന്നില്ല. പക്ഷെ സ്വരുക്കൂട്ടി വെക്കുന്നതും, കൂടുതൽ ധനം കൊടുത്തപ്പോൾ കളപ്പുരകൾ വലുതാക്കി, സഹോദരനെ കുറിച്ച് ചിന്തിക്കാതെ കളപ്പുരകൾ വലുതാക്കി ധാന്യം ശേഖരിക്കാൻ സൗകര്യം ചെയ്യുന്നതുമൊക്കെയാണ് ബൈബിളിലെ തെറ്റ്. ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ധനം ഉണ്ടാക്കുന്നതല്ല, ധനം പങ്കുവയ്ക്കാത്തതാണ് പാപം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ബൈബിളിൽ ഒരു ഉപമയുണ്ട്, താലന്തുകളുടെ ഉപമ. എനിക്ക് തോന്നുന്നു നമ്മളത് 1ാം ക്ലാസ് മുതൽ പിള്ളേരെ പഠിപ്പിക്കേണ്ട സമയമായി. താലന്തുകളുടെ ഉപമ എന്താണ്? 5 താലന്ത് ഒരുവന് കൊടുത്തു, 2 കൊടുത്തു, 1 കൊടുത്തു. 5 കൊടുത്തവൻ 10 ആക്കണം. 2 കൊടുത്തവൻ ഇരട്ടിച്ചു, അത് ഇരട്ടിപ്പിക്കണം. പക്ഷെ 1 കൊടുത്തവൻ അവൻ കുഴിച്ചു മൂടിയിട്ടു ആ വരണം. എന്നിട്ട് യജമാനനെ കുറ്റം പറഞ്ഞു, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യാൻ വന്നിരിക്കുക. ശരിക്കും വിതച്ചതാ, 1 താലന്ത് അവന് കൊടുത്തതാ. കൊയ്യാൻ വന്നപ്പോഴത്തേക്കും നീ വിതച്ചില്ല എന്ന് പറഞ്ഞ് അവൻ ഭയങ്കര പരാതിയാണ് യജമാനനോട്. നീ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് അയാൾ യജമാനനെ കുറ്റപ്പെടുത്തുകയാണ്. യജമാനൻ പറഞ്ഞു, ദുഷ്ടനായ വൃത്തിയ, നിന്നെ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിച്ചു, നീ അത് വിശ്വസ്തനായില്ല. അതുകൊണ്ട് അവൻ്റെ താലന്തും കൂടെ എടുത്ത് 1ാമത്തവന് കൊടുത്തേക്കാൻ പറഞ്ഞു. കാരണം ഇവന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഇവൻ അത് കുഴിച്ചു മുടിയിടത്തേ ഉള്ളൂ. ആ 5 കൊടുത്തവൻ 10 ആക്കി അവന് കൊടുക്ക്, അവനത് ഇരട്ടിപ്പിക്കും. ഈ ഉപമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ 2 കിട്ടിയവനെയാണ്. കാരണം എന്താ, അവന് പരാതി പറയാൻ ഒത്തിരി സാഹചര്യം ഉണ്ടായിരുന്നു. അവന് 5 കൊടുത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പിണങ്ങിയിരിക്കുമായിരുന്നു.
മോന്തയും വീർപ്പിച്ചിരിക്കായിരുന്നു. അവന് 5 കൊടുത്തു, അവൻ 5 കൊടുത്തു, നിനക്ക് 2 കിട്ടിയല്ലോ, അത് നമ്മൾ കാണത്തില്ല. അവൻ 5 കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അല്ല, നിനക്ക് 2 ഉണ്ടല്ലോ, അത് കാണത്തില്ല. ചിലരാണെങ്കിൽ അത് കാണത്തില്ല. എനിക്ക് 2 കിട്ടിയുള്ളൂ, എനിക്ക് 2 കിട്ടിയുള്ളൂ, ഈ 2 എന്നാ 2, ഇത് എന്ത് താലെന്ത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇതിനൊരു വിലയും കൊടുക്കത്തില്ല. അതേസമയം 5 കിട്ടിയവൻ ഉയ്യോ അവനെ അതുകൊണ്ട് വലിയ സൗഭാഗ്യം കിട്ടി ഉയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയിരിക്കും, നമ്മളൊന്നും ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് 2 കിട്ടിയായിരുന്നു. നമ്മൾ പരിശ്രമിച്ചിരുന്നെങ്കിൽ അതിന് 4 ആക്കാമായിരുന്നു. അവൻ്റെ ഒപ്പം നമുക്ക് എത്താമായിരുന്നു, ഇച്ചിരി ആഞ്ഞ് പരിശ്രമിച്ചിരുന്നെങ്കിൽ. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പാപം എന്താണ്? താലന്തുകളുടെ ഉപമയിലെ പാപം കിട്ടിയ താലന്തുകൾ കുഴിച്ചു മൂടുന്നതാണ്. ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നതാണ് പാപം. ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നതാണ്. നിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാതിരിക്കുന്നതാണ്. നിനക്ക് പണം ഉണ്ടാക്കാനായിട്ട് കഴിവുണ്ടെങ്കിൽ നീ പണം ഉണ്ടാക്കണം. എനിക്ക് ഈ നമ്മുടെ നാട്ടിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളോടെല്ലാം ഭയങ്കര സ്നേഹമാണ്. പൊതുവേ അവർ ലക്ഷക്കണക്കിനുണ്ട്, 30 ലക്ഷത്തിലധികമുണ്ട്. അത്രയും അവരുടെ നമ്പറിന് ആനുപാതികമായ കുഴപ്പമൊന്നും അവർ കാണിക്കുന്നില്ല. 30 ലക്ഷം മനുഷ്യർ ഇവിടെ ജീവിച്ചിട്ടും വളരെ സമാധാനപരമായിട്ട് പോകുന്ന ഒരു സമൂഹം. അവരൊക്കെ നന്നായിട്ട് പണം ഉണ്ടാക്കുകയാണ്. കാരണം ഇത്രയും കൂലി കിട്ടുന്ന വേറൊരു സംസ്ഥാനം ഇന്ത്യയിൽ വേറൊരിടത്തും ഇല്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ശരാശരി കൂലി 350 രൂപയായിരിക്കുമ്പോൾ കേരളത്തിലത് 1000 രൂപയാണ്. 1000 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. അവർക്ക് വലിയ സന്തോഷം, നമ്മളോടൊക്കെ വലിയ സ്നേഹം. അവർ ജോലി ചെയ്യുകയാണ്. അവർ ജോലി ചെയ്ത് അവർ വീട്ടിലേക്ക് പണം അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നോടൊരു ബംഗാളി സഹോദരൻ പറഞ്ഞു, പിതാവേ, കേരളം നല്ല നാടാണ്. ഒന്നാമത് നല്ല കാലാവസ്ഥയാണ്, വലിയ കുഴപ്പമില്ല. ഞങ്ങളുടെ അത്രയും ചൂടും തണുപ്പൊന്നും ഇവിടെ ഇല്ല. പിന്നെ രണ്ടാമത് നല്ല മനുഷ്യരാണ്, സംസ്കാരമുള്ള മനുഷ്യരാണ്, വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യരാണ്. പിന്നെ ഇവർ ഞങ്ങളെ ആക്രമിക്കത്തൊന്നുമില്ല. ജോലി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളോട് വലിയ ഇഷ്ടവുമാണ്. പിന്നെയും വിളിക്കും. ജോലി ഇല്ലേലും ഞങ്ങളെ വിളിക്കും, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് വിളിക്കും. ഇഷ്ടമാണ് ഞങ്ങളോട്. 4ാമത് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ കേരളം മുഴുവൻ രാജാക്കന്മാരായതുകൊണ്ട് കൊട്ടാരം പണിക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ട് എപ്പോഴും എല്ലാവരും കൊട്ടാരം പണിതുകൊണ്ടിരിക്കുക. അവരുടെ കാഴ്ചപ്പാടിൽ നമ്മളെല്ലാം കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. ഇവിടെ കൊട്ടാരം പണിക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊട്ട് പണിക്കും കുറവില്ല. അവർക്ക് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അവർ ആദ്യകാലത്ത് വന്നപ്പം നമ്മുടെ മിടുമിടുക്കന്മാരായ കുരുട്ടുബുദ്ധിക്കാരായ മലയാളി കോൺട്രാക്ടർമാർ അവരെയും കൂടെ ശകലം പഠിപ്പിച്ചായിരുന്നു. എന്തിനാ? ഇവൻ രക്ഷപ്പെടരുത്, ഇവൻ ഇവിടെ തന്നെ കിടക്കണം, അവൻ നാട്ടിൽ പോകരുത്, അവൻ വെള്ളമടിച്ച് കീറിങ്ങി അവൻ ഇവിടെ തന്നെ കിടക്കണം, നമ്മൾ വിളിച്ചാൽ വരാനായിട്ട് ആൾ വേണം. പക്ഷേ അവർക്കത് മനസ്സിലായി. അവരത് വളരെ പെട്ടെന്ന് അതിൽ നിന്നെല്ലാം മാറി. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം പോലും വേണ്ട, അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കി, അവർ തന്നെ കഴിച്ച് പരമാവധി പണം സമാഹരിച്ച് അവർ നാട്ടിലേക്ക് അയച്ചു പോവുകയാണ്. അവരുടെ താലന്തുകൾ അവർക്കറിയാവുന്ന രീതിയിൽ വർദ്ധിപ്പിക്കുകയാണ്. അവർക്ക് സമൃദ്ധിയുണ്ട്. പലരും അവരുടെ നാട്ടിൽ സ്ഥലം മേടിക്കുന്നുണ്ട്, നല്ല വീട് വെക്കുന്നുണ്ട്, അവരുടെയൊക്കെ വിവാഹം നടക്കുന്നുണ്ട്. ആസാമിൽ നിന്നൊക്കെ നമ്മുടെ ഇവിടെ വരുന്ന പെൺകുട്ടികൾ അവരൊക്കെ കുറേ വർഷങ്ങൾ ഇവിടെ ജോലി ചെയ്ത് പണവുമായിട്ട് അവർ നാട്ടിൽ പോയി അവരുടെ കല്യാണമൊക്കെ നടത്തി നല്ല സന്തോഷമായിട്ട് ജീവിക്കും. അവർ പിന്നെ വരുന്നു പോലുമില്ല പലരും. കാരണം അവരൊക്കെ അവരുടെ കഴിവുകൾ ഉപയോഗിക്കുകയാണ്. അതേ സ്ഥലത്താണ് കേരളത്തിൽ 2.5 ലക്ഷത്തോളം പേര് തൊഴിലില്ലായ്മ വേതനം മേടിക്കുന്നത്. മലയാളികൾ 2.5 ലക്ഷത്തോളം പേര് ഗവൺമെന്റിൽ നിന്ന് വല്ലപ്പോഴും കിട്ടുന്ന നക്കാപ്പിച്ച 300 രൂപ 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ശരിക്കും താലന്തുകൾ വർദ്ധിപ്പിക്കാത്തത് പാപമാണ്. കിട്ടിയ സമയവും കഴിവുകളും വർദ്ധിപ്പിക്കാത്തത് പാപമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കൊക്കെ വന്നാലേ നമ്മുടെ നാടും നമ്മുടെ കുടുംബവും നമ്മളും വളരത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സായാഹ്നത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, നമ്മൾ ഈ നോയമ്പ് കാലത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ജീവിത നവീകരണം ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ഈ ഉപേക്ഷയുടെ പാപങ്ങളെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ഞാൻ ചെയ്യാവുന്ന എന്തേലും നന്മകൾ ചെയ്യാതിരുന്നു. നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കണം, ഇന്ന് ഞാൻ ആരോടെങ്കിലും ഒരു നല്ല കാര്യമെങ്കിലും പറഞ്ഞോ, ഒരു നന്മയെങ്കിലും ഞാൻ പറഞ്ഞോ? എനിക്ക് എത്ര നന്മ പറയാൻ സാധ്യതയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. ഭക്ഷണം കഴിച്ചപ്പോഴേലും പറയാമായിരുന്നല്ലോ, നല്ല ഭക്ഷണമായിരിക്കുന്നു, അതെങ്കിലും നമുക്ക് പറയാമായിരുന്നു. നമുക്കൊത്തിരി കാര്യങ്ങൾ ചെയ്യാമായിരുന്ന പല നന്മകളും ചെയ്യാതെ നമ്മൾ നമ്മുടെ സമയം വെറുതെ കളഞ്ഞു. നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാതെ നമ്മൾ സമയം കളഞ്ഞു. നമുക്ക് അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ കഴിവുണ്ടായിട്ട് നമ്മൾ അത് ചെയ്യാതെ നമ്മൾ സൗജന്യങ്ങളുടെ പിന്നാലെ പോയി. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നവീകരിക്കപ്പെടേണ്ട മേഖലകളാണ്. അതുപോലെ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ
നല്ല ഒരു കുടുംബ ജീവിതത്തിൻ്റെ ഒരു അന്തരീക്ഷം മക്കൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പാപമാണ് പ്രിയപ്പെട്ടവരെ. അത് മാറ്റിയെടുക്കാൻ എന്നാ എടുക്കണം? ഇന്ന് മുതൽ തുടങ്ങിക്കോ. ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാൽ മാത്രം മതി. മാതാപിതാക്കൾ തമ്മിൽ സ്നേഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നാൽ മാത്രം മതി. കുടുംബാന്തരീക്ഷം നമ്മൾ അറിയാതെ മെച്ചപ്പെടും. നമ്മുടെ കുട്ടികളുടെ സ്വഭാവം പോലും മാറിക്കിട്ടും. അതുപോലെ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കേണ്ടതാണ്. അവരെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ് ആ മക്കൾക്കുണ്ടാകുന്നത്. കാരണം നിങ്ങളുടെ ചിറകിൻ തണലിൽ നിന്നൊക്കെ മാറി അവരൊറ്റയ്ക്ക് ജീവിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവരെ പിടിച്ചു നിർത്തേണ്ടത് പ്രാർത്ഥനയാണ്. എനിക്ക് ഈ അടുത്ത നാൾ ഒരു സഹോദരി എഴുതി, പിതാവേ, ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ 8:30 വരെ ദിവ്യകാരുണ്യ ആരാധനയുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ പോയി ഇരിക്കുമായിരുന്നു. ആ ഒരു പതിവ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഞാൻ നേരിടുന്നത്. പ്രാർത്ഥിക്കാനുള്ള ഒരു പതിവ് മക്കൾക്ക് രൂപപ്പെടുത്തിയെടുത്തില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. മാതാപിതാക്കൾ അത് 5 വയസ്സിന് മുമ്പാണ് കുഞ്ഞുങ്ങളിൽ ഇത്തരത്തിലുള്ള ശീലങ്ങൾ പഠിപ്പിക്കേണ്ടതെന്ന് തിരിച്ചറിയുക. നമ്മുടെ ഇപ്പം ടൗണിലെ പള്ളികളിലൊക്കെ ഒരു വലിയ കുഴപ്പം ഞാൻ കാണുന്നത്, സൺഡേ സ്കൂൾ ഇല്ലെങ്കിൽ കുട്ടികളെ ഞായറാഴ്ച കുർബാനയ്ക്ക് കാണാനേ ഇല്ല. വലിയ ഉത്തരവാദിത്തരാഹിത്യം നമ്മുടെ മാതാപിതാക്കൾ കാണിക്കുകയാണ്. വലിയ ഉത്തരവാദിത്തരാഹിത്യം. അത് അക്ഷന്തവ്യമായ അപരാധമാണത്. സൺഡേ സ്കൂൾ ഇല്ലെങ്കിൽ കുട്ടികളെ ഞായറാഴ്ച കുർബാനയ്ക്ക് കൊണ്ടുവരികയില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന സന്ദേശം എന്താണ്? സൺഡേ സ്കൂൾ ഉണ്ടെങ്കിൽ പോയാൽ മതി. 10ാം ക്ലാസ് കഴിയുമ്പോൾ അവൻ്റെ സൺഡേ സ്കൂൾ തീർന്നു, അവൻ പിന്നെ ഒരിക്കലും പള്ളി പോകത്തില്ല. ഈ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞുങ്ങളെ ഒന്ന് കൊണ്ടുവന്നാൽ എന്താ? നമ്മുടെ ചില പട്ടണങ്ങളിൽ വിശുദ്ധവാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പം ഞാൻ കണ്ടിട്ടുണ്ട്, പിള്ളേരെ കാണാനില്ല. പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മത്തിന് കുഞ്ഞുങ്ങളെ കാണാനില്ല. ദുഃഖമുള്ള വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മത്തിന് കുഞ്ഞുങ്ങളെ കാണാനില്ല. ഉയിർപ്പ് ഞായറാഴ്ചത്തെ തിരുക്കർമ്മത്തിന് കുഞ്ഞുങ്ങളെ കാണാനില്ല. കാരണം എന്നാ? സൺഡേ സ്കൂളില്ല, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. എന്തോ ഒരു വലിയ അക്ഷന്തവ്യമായ അപരാധമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദേവാലയത്തെ സ്നേഹിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയെ സ്നേഹിക്കേണ്ടത്, പെസഹ രഹസ്യം എന്താണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയേണ്ടത് ഈ ശുശ്രൂഷകളിലെല്ലാം പങ്കെടുത്താണ്. നമ്മളല്ലാതെ വേദപാഠം പഠിച്ച് മാത്രം ആരും വിശ്വാസത്തിൽ വളരുന്നില്ല. നമ്മൾ ഇത്തരത്തിലുള്ള ആത്മീയമായ ആചരണങ്ങളിലൂടെ കൂദാശകളിലൊക്കെ പങ്കെടുത്താണ് നമ്മൾ ഇതിലേക്കൊക്കെ കടന്നു വരുന്നത്. ആ ചെയ്യേണ്ട നന്മകളൊന്നും ചെയ്യാതെ ഉത്തരവാദിത്തരഹിതമായിട്ട് പെരുമാറുമ്പോൾ അതൊക്കെ പറഞ്ഞു കുമ്പസാരിക്കേണ്ട പാപമാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന മേഖലകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെല്ലാവരും വെറുതെ കുറച്ച് അരുതുകൾ പാലിച്ച് ജീവിക്കാനുള്ളവരല്ല. കൊല്ലരുത്, കൊന്നിട്ടില്ല. വ്യഭിചാരം ചെയ്തിട്ടില്ല. മോഷ്ടിക്കരുത്, മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കേണ്ടവരല്ല. നമ്മൾ പരമാവധി നന്മയുടെ ആൾക്കാരാണ്. നമ്മൾ. പരമാവധി സ്നേഹം നീ നിവർത്തിതമാക്കിയോ എന്നുള്ളതാണ് ചോദ്യം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. നീ കൊന്നില്ലയോ എന്നുള്ള ഒരു ചോദ്യം പുതിയ നിയമത്തിലില്ല. പുതിയ നിയമത്തിൽ നീ കുരിശെടുക്കാൻ തയ്യാറായോ? അവരെന്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശെടുക്കാൻ തയ്യാറായോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.